നമുക്കൊപ്പം ഒരു അതിഥി ചേരുകയാണ് ഈ വിഷയത്തിൽ. ടി ഗോപിനാഥാണ്. ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. നമസ്കാരം, കേൾക്കാമല്ലോ അല്ലേ? നമസ്കാരം, കേൾക്കാം. നമ്മൾ പറഞ്ഞു വരികയായിരുന്നു, ഇപ്പൊ കേരളത്തിലെ നിരത്തുകളിലെല്ലാം കാണുന്നത് സ്വകാര്യ ബസ്സുകളുടെ സർക്കസാണ്. അത് ആകെ ജനറലൈസ് ചെയ്ത് പറയുകയല്ല, പക്ഷെ നമ്മൾ നേരത്തെ തന്നെ പ്രേക്ഷകരുടെ മുന്നിൽ പല വീഡിയോകളും എത്തിച്ചു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ വീരപരിവേഷത്തോടെ നിയമലംഘനം നടത്തുന്ന ബസ്സുകളുടെ വീഡിയോകൾ ഇങ്ങനെ പറക്കുകയാണ്. താങ്കളുടെ ശ്രദ്ധയിൽ ഇതൊക്കെ പെട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അല്ല, സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന 99.9% ബസ്സുകളും നിങ്ങളിപ്പോൾ കാണിച്ച വീഡിയോയിൽ കാണുന്ന തരത്തിലുള്ള സർവീസ് നടത്തുന്നവരല്ല. ഞാനില്ല എന്ന് പറയുന്നില്ല. അത്തരം സർവീസ് നടത്തുന്ന ആളുകളൊക്കെ വളരെ ചുരുക്കം ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ അതിനൊന്നും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നവരുമല്ല. അത്തരത്തിൽ ഇങ്ങനെ ഇത്രയൊക്കെ അമിത വേഗത്തിൽ ഇങ്ങനെ ഷോ കാണിച്ചുകൊണ്ട് ബസ്സുകൾ ഓടിക്കുന്ന ഡ്രൈവർമാർക്കെതിരെ കർശന നടപടികൾ എടുക്കുന്നതിൽ ഞങ്ങൾ സംഘടനാ നിലയിൽ ഞങ്ങൾ ശക്തമായിട്ടും അക്കാര്യത്തിൽ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സ്വകാര്യ ബസ്സുകളെ മൊത്തത്തിൽ നിങ്ങളങ്ങനെ പറയുന്നത് ശരിയല്ല. കാരണം നമ്മളൊരു സമയബന്ധിതമായിട്ട് സർവീസ് നടത്തുന്നവരാണ് സ്വകാര്യ ബസ്സുകൾ. നമുക്ക് ഇന്നത്തെ നമ്മുടെ റോഡുകളുടെ സ്ഥിതി അറിയാം. സ്വകാര്യ ബസ്സുകൾക്ക് സ്പീഡ് ഗവർണർ ഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ 65 കിലോമീറ്റർ വേഗതയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അത് 4 വരി റോഡാണെങ്കിൽ 80 കിലോമീറ്റർ വേഗത വരെ ഓടാവുന്ന സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു റോഡുകളെങ്കിലും ഇങ്ങനെ 65 കിലോമീറ്ററിലധികം വേഗതയിൽ ബസ് ഓടിക്കാൻ കഴിയുന്ന ഒരു റോഡ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ റോഡുകളും വാഹന ബാഹുല്യം കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുക. നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം 1,41,80,000 വാഹനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഓടുക. അതിൻ്റെ 70% ടൂ വീലറുകളാണ്. പിന്നെ കാറുകളൊക്കെ ഉണ്ട്. ബസ്സുകളുടെയൊക്കെ എണ്ണം, സ്വകാര്യ ബസ്സുകളുടെയൊക്കെ എണ്ണം പറഞ്ഞാൽ വെറും 7000 ബസ്സുകളുള്ളത്. അപ്പോൾ ഞങ്ങൾ തമ്മിലൊരു മത്സര ഓട്ടമൊന്നും ഇപ്പോൾ ബസ്സുകൾക്കിടയിലില്ല. 30,000 ബസ് ഉണ്ടായിരുന്നു, 7,000 ചുരുങ്ങിയപ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങനെ മത്സര ഓട്ടമൊന്നുമില്ല. നിങ്ങളങ്ങനെ മൊത്തത്തിലായിട്ട് അങ്ങനെ തുടക്കത്തിലേ പറഞ്ഞു സംസ്ഥാനത്തെ മുഴുവൻ ബസ്സുകളെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം നമ്മൾ ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ ഒന്ന് ഓടിച്ചു നോക്കിയാൽ തന്നെ കാണാം, എത്രയോ ബസ്സുകൾ, 1, 2, 3, 4 ബസ്സുകളൊന്നുമല്ല ഇത്തരത്തിൽ വീരപരിവേഷത്തിൽ വീഡിയോകൾ ഇട്ട് പോകുന്നത്. ഒരുപാടുണ്ട്. താങ്കൾ തന്നെ ഒന്ന് പരിശോധിച്ചാൽ വ്യക്തമാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒറ്റപ്പെട്ട സംഭവം നമുക്കിതിനെ പറയാൻ കഴിയില്ല. എന്ത് നടപടിയാണ് ഇത്? കാലങ്ങളായി തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണല്ലോ. അപ്പോൾ നമുക്ക് തന്നെ പ്രേക്ഷകർക്ക് മുന്നിൽ ഇത്തരത്തിൽ ഒരുപാട് വീഡിയോകൾ എത്തിക്കാൻ കഴിയും. അതിൽ ചിലത് മാത്രം നമ്മൾ നേരത്തെ പ്ലേ ചെയ്യുകയും ചെയ്തിരുന്നു. ഇനി കൂടുതലായി ഉണ്ട്. ഈ 1 മണിക്കൂറിൽ തന്നെ നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളും പ്രതികരണങ്ങളിലേക്കും ഒക്കെ എത്താം. അപ്പോൾ എന്ത് നടപടിയാണ് ഇതിന് സ്വീകരിക്കാൻ കഴിയുക? ഇത്ര കാലമായി എന്താണ് സ്വീകരിച്ചിട്ടുള്ളത്? അതെ, ഞങ്ങൾ നിങ്ങളൊരു കാര്യം, ഞങ്ങളൊരു വാഹനം ഒരു ഉടമ എന്ന നിലയിൽ ഞങ്ങൾ 50 ലക്ഷം രൂപ മുതൽ മുടക്കി ഓരോ 3 മാസം കൂടുമ്പോഴും 35,000 രൂപ വാഹന നികുതി അടച്ച് ഇതിൻ്റെ സമയാസമയങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്തി തൊഴിലാളികൾക്ക് ശമ്പളം കൊടുത്ത് ഇത് ദിവസേന റോഡിൽ ഇറക്കണം എന്നുള്ള ആഗ്രഹത്തോട് വലിയ ഭീമമായ പലിശയ്ക്ക് പണം കടം വാങ്ങിയാണ് ഞങ്ങൾ ബസ്സുകൾ റോഡിലിറക്കുന്നത്. ഈ റോഡിലിറക്കുന്ന ബസ്സുകൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു അപകടം ഉണ്ടാവരുതെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ ദിവസവും ബസ്സുകൾ റോഡിലിറക്കുക. പക്ഷേ ഇത്തരം ഡ്രൈവർമാരുടെ മോശമായിട്ടുള്ള പെരുമാറ്റങ്ങൾ ഉടമ എന്ന നിലയിൽ ഒരു ഉടമയും അത് അംഗീകരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. അത്തരം ആളുകൾ ഉണ്ടെങ്കിൽ, അത്തരം തൊഴിലാളികളോ മറ്റോ കാര്യങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശനമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാക്കുക എന്നല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബസ് ഉടമ എന്ന നിലയിൽ ഒരു തൊഴിലാളിയെ ഞങ്ങൾക്ക് ജോലിക്ക് വെക്കണമെങ്കിൽ അവന് ഈ മോട്ടോർ വാഹന വകുപ്പ് നൽകിയ ലൈസൻസാണ് അവൻ്റെ മാനദണ്ഡം. അവൻ ശരിയല്ല എന്ന് തോന്നിയാൽ പിറ്റേ ദിവസം ഞങ്ങൾ അവനെ ഇറക്കി വിടും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അത്തരം അപകടങ്ങൾ ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ മുഴുവൻ ചെയ്യും. അത്തരം ജീവനക്കാരെ ഞങ്ങൾ ഈ ബസ്സുകളിൽ തുടർന്ന് തൊഴിലെടുക്കാൻ അനുവദിക്കില്ല. ഇതിൻ്റെ അപ്പുറം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ തൊഴിലാളികളെ ഇറക്കി നിർത്താം. ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഞങ്ങൾക്ക് ഈ തൊഴിലാളികളെ ഇറക്കി നിർത്താം എന്നതിൽ കവിഞ്ഞ് ഇത്തരം റീലുകൾക്ക് വേണ്ടി ബസ് ഓടിക്കുന്ന തൊഴിലാളികളുണ്ടെങ്കിൽ അവരെ തീർച്ചയായും ഈ മേഖലയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്.